മെസ്സി കേരളത്തിൽ വരും. മത്സരത്തിന്റെ തീയതി, വേദി, സാമ്പത്തിക വ്യവസ്ഥകൾ എന്നിവ ഔദ്യോഗികമായി ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രനുമായി നിരവധിയായ പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഇല്ലാതാക്കാനും കോൺഗ്രസ് നേതാക്കന്മാരെ ഇല്ലാതാക്കാനും ഈ പറയുന്ന റിപ്പോർട്ടർ കമ്പനി ശ്രമിച്ചിട്ടുണ്ട്. മെസ്സിയെ കൊണ്ടുവരുന്ന തട്ടിപ്പിൽ അബ്ദുറഹ്മാനും റിപ്പോർട്ടർ മുതലാളിയും അട്ടപടലം പെടും. ഇഡി കേരളത്തിലേക്ക് എത്തുന്നു. കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ വർഷങ്ങളായി കാത്തിരുന്ന ഒരു വാക്കായിരുന്നു മെസ്സി കേരളത്തിൽ വരും. ലോകകപ്പ് ജേതാക്കളായ അർജന്റീന ടീമും ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും കേരളത്തിലെത്തി മത്സരം കളിക്കുമെന്ന പ്രഖ്യാപനം വലിയ ആവേശത്തോടെയാണ് കേരളം ഇത് ഏറ്റെടുത്തത്. എന്നാൽ പിന്നീട് മെസ്സി വന്നില്ല, മത്സരം നടന്നതുമില്ല. അതോടെ ഉയർന്നത് ഒരു വലിയ ചോദ്യമാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ആരാണ് ഈ കരാറിന് പിന്നിൽ? എത്ര പണം കൈമാറിയിട്ടുണ്ട്? ആ പണം എവിടേക്കാണ് പോയത്? ഇപ്പോൾ പുറത്തുവരുന്ന അന്വേഷണ വിവരങ്ങൾ ഈ വിഷയത്തെ കൂടുതൽ ഗൗരവമുള്ളതാക്കുകയാണ് ചെയ്യുന്നത്. മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലെത്തിക്കാനുള്ള പദ്ധതിയിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി വാണിജ്യ പങ്കാളിയായി രംഗത്തെത്തിയിരുന്നു. റിപ്പോർട്ടർ മാനേജ്മെന്റ് ഡയറക്ടർ ആൻഡോ അഗസ്റ്റിൻ പറയുന്നതനുസരിച്ച് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി കരാർ ഉണ്ടായിരുന്നുവെന്നും അർജന്റീന ടീം കേരളത്തിൽ സൗഹൃദ മത്സരം കളിക്കുമെന്നും അതിൽ മെസ്സിയും പങ്കെടുക്കുന്നുമായിരുന്നു അവരുടെ വാക്ക്. ഇതിനായി വലിയൊരു തുക AFAക്ക് നൽകിയെന്നാണ് കമ്പനിയുടെ അവകാശവാദമായി ഉണ്ടായിരുന്നത്. വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഇടപാട് ഏകദേശം 130 കോടി രൂപയുടേതായിരുന്നു. പക്ഷേ മത്സരം നടന്നതുമില്ല, മെസ്സി കേരളത്തിൽ എത്തിയതുമില്ല. ഇതോടെ സ്വാഭാവികമായും ആ പണത്തിന്റെ കാര്യത്തിൽ ചോദ്യങ്ങളാണ് ഉയർന്നു വന്നത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് യഥാർത്ഥത്തിൽ എത്ര പണമാണ് ലഭിച്ചിട്ടുള്ളത്? ആരാണ് പണം കൈമാറിയത്? ഏത് അക്കൗണ്ടിൽ നിന്നുമാണ് പണം പോയത്? പണം സ്വീകരിച്ചതിന്റെ രേഖകൾ എവിടെയാണ് ഉള്ളത്? ഇടനിലക്കാരുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് എത്ര തുക ലഭിച്ചു? ഈ തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത്. കായിക വകുപ്പ് നടത്തിയ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വിവരങ്ങളിൽ ഏകദേശം 126 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് വ്യക്തമായ പരാമർശമുണ്ട്. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് വലിയൊരു തുക നൽകിയതായി അവകാശപ്പെട്ടിരുന്നെങ്കിലും അതിനെ പിന്തുണയ്ക്കുന്ന മതിയായ ഔദ്യോഗിക രേഖകൾ കണ്ടെത്താനായിട്ടില്ല എന്നാണ് അന്വേഷണ റിപ്പോർട്ടിനെ കുറിച്ച് പുറത്തുവന്ന വിവരങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. എന്നാൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഇടപാടിന്റെ രേഖകൾ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് മാത്രം പണം ആരെങ്കിലും തട്ടിയെന്ന് നിയമപരമായിട്ട് പറയാൻ കഴിയില്ല. പക്ഷെ വലിയ സംശയങ്ങളുണ്ട്. അത് തെളിയിക്കേണ്ടത് വിശദമായ അന്വേഷണത്തിലൂടെയാണ്. പണം യഥാർത്ഥത്തിൽ എവിടേക്ക് പോയി എന്നതിന്റെ ബാങ്ക് ട്രെയിൻ കരാറുകൾ, ഇൻവോയ്സുകൾ, പേയ്മെന്റ് രേഖകൾ, AFAയുമായുള്ള സ്ഥിരീകരണത്തിന്റെ രേഖകൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിന് വ്യക്തത നൽകുക. ഇവിടെയാണ് കേരള സർക്കാരിന്റെ പങ്കിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുന്നത്. സർക്കാർ നേരിട്ട് AFAയുമായി കരാറിൽ ഏർപ്പെട്ടിരുന്നോ? അതോ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ആയിരുന്നോ പ്രധാന കരാർ പാർട്ടി? കരാറിൽ മെസ്സി കേരളത്തിലെത്തുമെന്ന് പ്രഖ്യാപിച്ച് ഏത് രേഖകളുടെ അടിസ്ഥാനത്തിലായിരുന്നു? പദ്ധതിയുടെ സാമ്പത്തിക ഉത്തരവാദിത്തം ആർക്കായിരുന്നു? ഈ ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടിയാണ് ആവശ്യമുള്ളത്. ഇതിനിടയിലാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗിന്റെ ഉടമകളുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം വീണ്ടും ചർച്ചയാകുന്നത്. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിന്റെ ഉടമകളായിട്ടുള്ള അഗസ്റ്റിൻ ബ്രദേഴ്സിനെതിരെ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിൽ ED അന്വേഷണം നേരത്തെ ആരംഭിച്ചിരുന്നു. 2023 കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ നൽകിയ വിവരമനുസരിച്ച് കേരള പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിൽ PMLA വകുപ്പ് പ്രകാരമാണ് ED അന്വേഷണം നടത്തിയത്. ഇവിടെ ഒരു പ്രത്യേക കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. മെസ്സി വിവാദമാണ് റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റ് ഉടമകളെ ആദ്യമായി EDയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് എന്നല്ല. എന്നാൽ അവരുടെ പേരുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസിൽ നേരത്തെ തന്നെ ED അന്വേഷണം ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പുതിയ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. അതുകൊണ്ട് മെസ്സി വിഷയത്തിൽ ഇപ്പോൾ ഉയരുന്ന സാമ്പത്തിക ചോദ്യങ്ങളും നേരത്തെ ഉണ്ടായിരുന്ന ED അന്വേഷണവും തമ്മിൽ നേരിട്ടുള്ള ബന്ധമില്ല. പക്ഷേ ഈ വിഷയത്തിലും ED എത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ രണ്ട് വിഷയത്തിലുമുള്ള ഇടപാടുകൾ ചർച്ചയാകുന്നതിനാൽ അന്വേഷണം എവിടേക്കാണ് പോകുന്നത് എന്ന് തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി മെസ്സി വന്നില്ല എന്നതിലുപരിയായി പരിശോധിക്കേണ്ടത് പണം എവിടേക്ക് പോയി എന്നതാണ്. ഒരു അന്താരാഷ്ട്ര ഫുട്ബോൾ ടീമിനെ കേരളത്തിൽ എത്തിക്കുന്നതിന് കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ രേഖകൾ ഉണ്ടായിരിക്കണമല്ലോ. ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് പണം പോയത്, ഏത് അക്കൗണ്ടിലേക്കാണ് പോയത്, ആരാണ് പണം സ്വീകരിച്ചത്, AFA യഥാർത്ഥത്തിൽ പണം സ്വീകരിച്ചിട്ടുണ്ടോ, സ്വീകരിച്ചെങ്കിൽ അത് ഏത് കരാറിന്റെ അടിസ്ഥാനത്തിലാണ് സ്വീകരിച്ചത്, എങ്ങനെയാണ് ഈ പണം പിന്നീട് ഉപയോഗിച്ചത്, എല്ലാം പരിശോധിക്കപ്പെടണം. ഇതിന് ED നിർബന്ധമാണ്. ഇതോടൊപ്പം മറ്റൊരു പ്രധാന ചോദ്യവുമുണ്ട്. മെസ്സി കേരളത്തിലെത്തുമെന്ന് ഉറപ്പുള്ള രീതിയിൽ പ്രഖ്യാപിക്കാൻ എന്തായിരുന്നു അടിസ്ഥാന കാരണം? അർജന്റീന ഫുട്ബോൾ അസോസിയേഷനിൽ നിന്ന് വ്യക്തമായ ഉറപ്പ് ലഭിച്ചിരുന്നു.
മത്സരത്തിന്റെ തീയതി, വേദി, സാമ്പത്തിക വ്യവസ്ഥകൾ എന്നിവ ഔദ്യോഗികമായി ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നോ? അതോ ചില ധാരണകളുടെ അടിസ്ഥാനത്തിലാണോ പൊതുജനങ്ങൾക്ക് മുന്നിൽ വലിയ പ്രഖ്യാപനം നടത്തിയത്? കാരണം ഒരു കാര്യം വ്യക്തമാണ്, മെസ്സി വരുമെന്ന് പ്രതീക്ഷിച്ച് കേരളത്തിലെ ജനങ്ങൾ വലിയ ആവേശത്തിലായിരുന്നു. സർക്കാരും അതിനെ വലിയൊരു കായിക സംഭവമായിട്ട് തന്നെ അവതരിപ്പിച്ചു, ഒരു PR വർക്ക്. എന്നാൽ ഒടുവിൽ മത്സരം നടന്നതുമില്ല. ഇപ്പോൾ കോടികളുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് ചോദ്യങ്ങൾ ഉയരുകയും ചെയ്യുന്നു. ഇവിടെയാണ് നമ്മൾ പലതും മനസ്സിലാക്കേണ്ടത്. ഇനി അന്വേഷണ ഏജൻസികൾ പരിശോധിക്കേണ്ടത് പണത്തിന്റെ സഞ്ചാരമാണ്. പണം എവിടേക്കാണ് പോയത്, എവിടെ നിന്ന് വന്നു, ആരൊക്കെയാണ് ഇടനിലക്കാരായി പ്രവർത്തിച്ചിട്ടുള്ളത്, വിദേശത്തേക്ക് പണം അയച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ രേഖകൾ എന്താണ്? അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ എന്ത് കരാറാണ് ഉണ്ടായിരുന്നത്? ആ കരാറിന്റെ രേഖകൾ ഇവരെന്തുകൊണ്ടാണ് പുറത്തുവിടാത്തത്? വ്യവസ്ഥകൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ? പണം നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഔദ്യോഗിക വിശദീകരണം എവിടെയാണ് നടന്നിട്ടുള്ളത്? അതിന് സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് രേഖകളിലൂടെ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അതുപോലെ ആരെയും ഇപ്പോൾ കുറ്റക്കാരായി പ്രഖ്യാപിക്കാൻ കഴിയില്ലെങ്കിലും അന്വേഷണം നടക്കുന്നു എന്നത് കുറ്റം തെളിഞ്ഞു എന്നതിന്റെ അർത്ഥവുമല്ല എങ്കിലും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ ഭാഗത്തു നിന്ന് വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തിയുടെ നിലപാട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന മനുഷ്യൻ കൃത്യമായി ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ ഒരു കള്ളക്കേസിന്റെ പേരിൽ ആക്രമിക്കാൻ ശ്രമിച്ച് അദ്ദേഹത്തെ അങ്ങേയറ്റം തകർക്കാൻ ശ്രമിച്ച ഒരു ചാനലാണ് റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ശോഭാ സുരേന്ദ്രനുമായി നിരവധിയായ പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഇല്ലാതാക്കാനും കോൺഗ്രസ് നേതാക്കന്മാരെ ഇല്ലാതാക്കാനും ഈ പറയുന്ന റിപ്പോർട്ടർ കമ്പനി ശ്രമിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടർ കമ്പനി ഇടതുപക്ഷത്തിന് എന്നും വെള്ളം കോരി കൊടുക്കുന്ന പണിയായിരുന്നു അവർ ചെയ്തത് എന്നും നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അങ്ങനെ വെള്ളം കോരി കൊടുത്തുകൊണ്ടിരുന്നത് എന്തിന്റെ പുറത്തായിരുന്നു എന്നത് നമുക്കിപ്പോൾ മനസ്സിലാവുകയാണ്. മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷിച്ചിരുന്ന DYSP ബെന്നിയെ പെണ്ണ് കേസിൽ കൊടുക്കാൻ ഒരു ചാനലും അതിന്റെ റിപ്പോർട്ടർമാരും അതിന്റെ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കളിച്ച നീചവും നിന്ദ്യവുമായ കളി നമ്മൾ കണ്ടതാണ്. ഏതൊരു മാധ്യമ സ്ഥാപനത്തിന്റെ മുകളിലും ക്രിമിനലുകൾ കയറിയിരിക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. അവർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുമായി ഏതെങ്കിലും തരത്തിൽ അപ്പക്കഷ്ണം വാങ്ങി വായിലിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവരെ CPM തുടർന്ന് എതിർത്തിട്ടുമില്ല. അന്നത്തെ കായിക മന്ത്രിയായിരുന്ന അബ്ദുറഹ്മാൻ വഴിവിട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുത്തത്. കായിക വകുപ്പ് പോലും അറിയാതെ മന്ത്രിയുമായി ചർച്ച നടത്തുന്നു, മന്ത്രി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അതുപോലെ തന്നെ മന്ത്രിയുടെ കുടുംബ സുഹൃത്തായിട്ടുള്ള ഒരു അധ്യാപികയുടെ മെയിലിലേക്ക് മന്ത്രിയുടെ ഔദ്യോഗിക മെയിലിൽ നിന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് പോയിക്കൊണ്ടിരുന്ന മെയിൽ അറ്റാച്ച് ചെയ്ത് ഈ മെയിലിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കേരളത്തിൽ തന്നെയാണ് നടന്നത്. ആരാണ് സ്ത്രീ? ഈ സ്ത്രീക്ക് എന്താണ് ഇതുമായി ബന്ധം? അതുപോലെ തന്നെ ശരൺ എന്ന് പറയുന്ന വ്യക്തിയുമായി അമേരിക്കൻ കമ്പനിയിലെ ഇടപാടുകൾക്ക് ചുക്കാൻ പിടിക്കുകയും ഇടനില നിൽക്കുകയും ചെയ്തു എന്ന് പറയുന്ന കാര്യമുണ്ട്. ശരൺ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്, മറ്റ് 2-3 പേരുകൾ വേറെയുമുണ്ട്. ആരാണ് ഇവർ? ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യം എന്താണ്? അമേരിക്കയിലെ ഒരു പ്രമുഖ വ്യവസായിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ആ വ്യവസായി വളരെ സത്യസന്ധനും കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്ന ആളുമാണ്. പക്ഷെ ആ വ്യവസായി അറിയുന്നത് പിന്നീട് തന്നെ ചതിക്കുകയായിരുന്നു എന്നത് അദ്ദേഹം പിന്നീടാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. 126 കോടി രൂപ അമേരിക്കൻ കമ്പനിയിലേക്ക് എത്തിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ കേരള സർക്കാരിന്റെ കീഴിലുള്ള ഒരു പരിപാടിയാണ് എന്ന് വരുത്തി തീർത്ത് കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ നിന്നും അനുമതി വാങ്ങി RBIയുടെ കയ്യിൽ നിന്ന് അനുമതി നേടിയെടുത്ത് എളുപ്പത്തിൽ GST അടയ്ക്കാതെ ആ പണം കൊണ്ടുപോയി അമേരിക്കൻ കമ്പനിക്ക് കൈമാറി. ഇതൊരു ഡോളർ കടത്ത് വെളുപ്പിക്കലായിരുന്നോ എന്ന് പോലും സംശയമുയരുകയാണ്. കാരണം ഏകദേശം 22 കോടിക്കടുത്ത് രൂപ ഇതുമായി ബന്ധപ്പെട്ട് അവർ GST അടയ്ക്കേണ്ടതാണ്. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അയച്ചിട്ടില്ല അല്ലെങ്കിൽ അടച്ചിട്ടില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് EDയുടെ അന്വേഷണം വരുന്നത്. രാജീവ് ചന്ദ്രശേഖർ കൃത്യമായി പറഞ്ഞു, ഈ കേസുമായി ബന്ധപ്പെട്ട് ചെയ്യാനാവുന്നതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യും. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് അന്വേഷണം പ്രഖ്യാപിക്കും. റിപ്പോർട്ടർ കമ്പനിയും ഇടതുപക്ഷ ഗവൺമെന്റും ചേർന്ന് തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ തട്ടിപ്പിനെ തടയിടാൻ തന്നെയാണ് ED ഒരുങ്ങുന്നത്. പ്രാഥമികമായി നടന്നിട്ടുള്ള കേസിന്റെ വിവരങ്ങളെല്ലാം തന്നെ, കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ രേഖകളെല്ലാം തന്നെ കൈമാറാൻ വേണ്ടി ED ഇപ്പോൾ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ED അത് കൃത്യമായി അന്വേഷിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ PMLA ആക്ട് ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ, അതുപോലെ തന്നെ പുറത്തു കൊടുക്കുന്ന പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ, അമേരിക്കയിലെ ഒരു തട്ടിപ്പ് കമ്പനിയുമായിട്ടാണ്
ഇത് കരാറുണ്ടാക്കിയത് എന്ന് പറയുന്നു. രാജ്യത്തെ ചതിച്ചുകൊണ്ട് RBIയെയും കേന്ദ്ര സർക്കാരിനെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എല്ലാവിധ പ്രോട്ടോകോളുകളും മറന്നുകൊണ്ട് കേരള സർക്കാരിനെ മറയാക്കി കേരള സർക്കാരിലെ ചില നേതാക്കന്മാരും അതുപോലെ തന്നെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും ചേർന്നുകൊണ്ട് നടത്തിയ പൊറാട്ട് നാടകമായിരുന്നോ ഇത് എന്നും ഇപ്പോൾ ED അന്വേഷിക്കുകയാണ്. ആ ഒരു ത്രിതല അന്വേഷണത്തിന്, അതായത് കായിക വകുപ്പ്, ധനവകുപ്പ്, കേന്ദ്ര ഏജൻസികൾ, ഈ ഒരു ത്രിതല അന്വേഷണം, അതായത് ത്രിതല തലത്തിലുള്ള അന്വേഷണം നടത്തി കൃത്യമായ റിപ്പോർട്ട് കൊടുക്കാനാണ് ഇനിയുള്ള രീതിയിൽ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം.